വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനി അധികം കാലതാമസമില്ല. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ സംഘടനാ തലപ്പത്ത് പുതിയൊരു മുഖത്തെ പ്രതിഷ്ഠിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള തന്ത്രം മെനയാൻ പാകത്തിനാണെന്നതിൽ തർക്കമില്ല. 45-ാം വയസ്സിൽ BJPയുടെ ദേശീയ അധ്യക്ഷനായി നിയമിതനായ നിതിൻ നബിൻ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. BJP എന്നും പറഞ്ഞു വന്നിട്ടുള്ളത് വ്യക്തി കേന്ദ്രീകൃത നേതൃത്വങ്ങളെക്കാൾ കർശനമായ സംഘടനാ സംവിധാനങ്ങൾക്കാണ് പാർട്ടി മുൻതൂക്കം നൽകുന്നത് എന്നതാണ്. ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാവണം BJP നബിനെ സംഘടനാ തലപ്പത്ത് അവരോധിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായി വെല്ലുവിളികൾ നിറഞ്ഞ 2026 യാത്രയിൽ പാർട്ടി തിരഞ്ഞെടുക്കുന്നത് പ്രവർത്തനക്ഷമതയെയാണ് എന്ന് തെളിയിക്കുക ഇനി നബിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടക്കം കുറിച്ച് BJPയുടെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലെത്തിയ നിതിൻ നബിന്റെ ഉയർച്ച BJPയുടെ ആഭ്യന്തര സംസ്കാരത്തെ വെളിവാക്കുന്നു. താൻ ഇപ്പോഴും പാർട്ടിയിലെ ഒരു പ്രവർത്തകനാണെന്നും നബിൻ തന്റെ ബോസാണ് എന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം സംഘടനയിലെ അണികൾക്കുള്ള സന്ദേശം കൂടിയാവുകയാണ്. നബിൻ BJP അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് നന്നായി അറിയാം, മുതിർന്ന നേതാക്കൾ ദേശീയ സംസ്ഥാന സർക്കാരുകളിലും മറ്റു സ്ഥാനങ്ങളിലും ഉണ്ടെന്ന സത്യം. അവർ ആ നിർണായക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ അധ്യക്ഷന്റെ പദവി കൂടുതൽ പ്രാധാന്യം നേടുകയാണ്. വിവിധ അധികാര കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുക, ആഭ്യന്തര സംവിധാനത്തിലെ സന്തുലനം നിലനിർത്തുക, തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ നബിനിൽ പാർട്ടി സമർപ്പിക്കുകയാണ്. BJP നേതൃത്വം തന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം തന്റെ വ്യക്തിഗത തിളക്കത്തേക്കാൾ ഭരണപരമായ കാര്യക്ഷമതയ്ക്കാണെന്ന് നബിന് തിരിച്ചറിയുന്നുണ്ടാകും. സംഘടനയിൽ പരിചയം നേടിയ നേതാവെന്ന നിലയിൽ സംസ്ഥാന ഘടകങ്ങളിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഏകോപനം ഉറപ്പാക്കാനും നബിന് കഴിയുമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് വിശ്വാസമുണ്ടാവും. പക്ഷേ നബിൻ തിരിച്ചറിയേണ്ടുന്ന കാര്യം തന്റെ മുന്നിലെ വെല്ലുവിളികൾ ചെറുതായി കാണാൻ പാടില്ല എന്നാണ്. ദീർഘകാല ഭരണത്തിലൂടെ ക്ഷീണം പ്രകടമാകുന്ന സംസ്ഥാനങ്ങളിൽ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുക, വരും തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി നിർണയം കാര്യക്ഷമമാക്കുക, വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര മത്സരങ്ങൾ നിയന്ത്രിക്കുക, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ബൂത്ത്തല പ്രവർത്തനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ദൗത്യങ്ങൾ നബിന്റെ നേതൃത്വ പാടവത്തിനുള്ള പരീക്ഷണമാകും എന്നതിൽ സംശയിക്കാനില്ല. ഡിജിറ്റൽ സാമൂഹിക മാധ്യമങ്ങളുടെ സാധ്യതകൾ പരീക്ഷിക്കുന്നതുൾപ്പെടെ എല്ലാ വിധത്തിലുള്ള തന്ത്രങ്ങളും നബിന്റെ നേതൃത്വത്തിലുള്ള BJP പരീക്ഷിക്കുമെന്ന് ഉറപ്പാണ്. സംഘടനാ ശക്തിയെ വോട്ടുകളാക്കി മാറ്റാനുള്ള കഴിവാണ് ഈ നേതൃത്വ മാറ്റത്തിന്റെ മുന്നിലുള്ള ഒരു പരീക്ഷണം. ഈ തന്ത്രങ്ങളെല്ലാം പയറ്റി പാർട്ടിക്ക് തിളക്കമുള്ള വിജയങ്ങൾ സമ്മാനിക്കാൻ നിതിൻ നബിൻ എന്ന പാർട്ടി അധ്യക്ഷന് കഴിയുമോ എന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കും. പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് പോകുമ്പോൾ